ഖാറൂനോട് ഒരു പറഞ്ഞത് എന്താണെന്നറിയോ? ഈ ദുനിയാവിൽ ഫസാദ് ഉണ്ടാവണ ഒരു പണിയെടുക്കാൻ പാടില്ല എന്നാണ്. സമ്പാദിക്കുന്ന അള്ളാഹ് എതിരല്ല. നമ്മളെ സമ്പാദ്യവും ഫസാദും തമ്മിൽ കൂട്ടിമുട്ടിയ സമ്പാദ്യം ഒഴിവാക്കിയിട്ട് സമ്പാദ്യം പിന്നെ നമ്മൾ വിഷയാക്കരുത്. ഫസാദ് ഉണ്ടാവുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ എടുക്കാൻ പാടില്ല. ഫസാദ്, ഫിറ്റ്ന, ഇത് രണ്ടും ഈമാനെ നശിപ്പിക്കുന്നതാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അത് വ്യക്തിയിലോ കുടുംബത്തിലോ നാട്ടിലോ എന്തിലും നമ്മളെ സമ്പാദ്യവും ഫസാദും തമ്മിൽ കൂട്ടിമുട്ടിയാൽ പിന്നെ സമ്പാദ്യോടെ വിഷയാക്കരുത്. പിന്നെ വിഷയം നമുക്ക് ഫസാദ് ഇല്ലാതാകില്ല. കാരണം എന്തുകൊണ്ട്? ദുനിയാവ് ആഖിറത്തിന്റെ കൃഷിസ്ഥലമാണ് എന്ന് ഖാല റസൂലുള്ളാഹി. അപ്പൊ അവിടേക്ക് സമ്പാദിച്ച് കൂട്ടേണ്ട കാര്യമാണ് ഇവിടുത്തെ വലിയ വിഷയം. നമ്മൾ ചിന്തിക്കണം, നമ്മളത് ആലോചിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഇന്നത്തെ സാഹചര്യം എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പോലെയാണ് ഞാൻ കരുതി കൂട്ടി പറഞ്ഞത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എന്നാൽ ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളാക്കുകയും സ്വപ്നങ്ങളെ അവകാശങ്ങളാക്കുകയും അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുകയും ചെയ്യുന്നവർക്കാണ് ബഹുമാനപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്നത്. എന്റെ കാഴ്ചയിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളെ അവർ സ്വപ്നമായി കൊണ്ടുനടക്കും. ആ സ്വപ്നങ്ങളെ പിന്നെ അവർ അവകാശങ്ങളാക്കും. ആ അവകാശങ്ങൾ അനുവദിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അവർ മരണം വരെ സമരം ചെയ്യും. ഇതാണ് സർക്കാർ. ഇത് തന്നെയാ സത്യത്തിൽ ഇന്ന് നമ്മളെ ജീവിതം. നമുക്ക് ഇതൊക്കെ വേണ്ടേന്ന് പറഞ്ഞാൽ അത് നമ്മളെ സ്വപ്നത്തെ നമ്മൾ യാഥാർത്ഥ്യാക്കുക. ഇങ്ങനെയൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് വന്നു. അത് സത്യത്തിൽ സ്വപ്നത്തെ യാഥാർത്ഥ്യാക്കിയതാ. സ്വപ്നമാണ് അതൊക്കെ. ഒരു കാലത്ത് ജനങ്ങൾക്ക് അത് സ്വപ്നമല്ല. നമ്മൾ ജനങ്ങൾക്ക് ഒരു കാലത്ത് അങ്ങനത്തെ ഒരു സ്വപ്നമല്ല. അപ്പൊ സ്വപ്നം കുറക്കണം. സ്വപ്നല്ല ജീവിതം. ജീവിതം അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ. അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ. വളരെ ചിന്തിക്കണം. കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. നമ്മളൊക്കെ ഇതിൽ ഞാനടക്കം നമ്മളൊക്കെ കുറ്റപ്പെടേണ്ടതാ. ഇതിൽ ഒരാളെ കുറ്റപ്പെടുത്താൻ നടത്തുന്ന പ്രഭാഷണമല്ല ഇത്. പകരം നമ്മളെല്ലാവരും കുറ്റപ്പെടേണ്ട കാര്യങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. وابتغي فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغي الفساد في الأرض إن الله لا يحب المفسدين. ഖസസ് 77. ഒരിക്കലും ഫസാദ് ഉണ്ടാവാൻ പാടില്ല. ഫസാദ് ഒന്ന് സിനയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സിന നടക്കുന്ന നാട്ടില് ദുആ പോലും ഖബൂലാവൂല എന്ന് കാണുന്നുണ്ട്. ഫത്ഹുൽ ബാരി ഉണ്ട്. അല്ലാഹു കാക്കട്ടെ. സിന നടക്കുമ്പോൾ ഔലാദു സിന ഉണ്ടാവും. ഔലാദു സിനക്കാണ് ഖബസ് എന്ന് പറയാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബികൾ ചോദിക്കാണ്, അഫനുഹ്ലകു വഫീന സ്വാലിഹൂന, സ്വാലിഹീങ്ങളുള്ള നാട്ടില് അള്ളാഹുവിന്റെ ശിക്ഷ വരുമോ? മനസ്സിലായില്ല. ഇവിടെ ചെറുശേസ്താവ് പറഞ്ഞല്ലോ, ചെറുശേസ്താവ് പറഞ്ഞല്ലോ ഭൂമി കുലുക്കം കൊടുങ്കാറ്റൊക്കെ പറഞ്ഞല്ലോ. ഇവിടുന്ന് ഉദ്ഘാടനത്തിൽ ചെറുശേസ്താവ് പറഞ്ഞല്ലോ. അപ്പൊ ഭൂമി കുലുക്കം കൊടുങ്കാറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളുള്ള നാട്ടിലും അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമോ എന്ന് സ്വഹാബികൾ പുണ്യനബിയോട് ചോദിച്ചു. കലനാം സ്വഹീഹുൽ ബുഖാരി. കലനാം അത് ഉണ്ടാവും. ഖബസ് അധികരിച്ചാൽ ഖബസിന് അവിടെ ഫത്ഹുൽ ബാരി കൊടുത്ത അർത്ഥം ഔലാദു സിനാണ്. പഠിച്ചോ നമ്മളെ കാക്കട്ടെ. സിനയിൽ ഉണ്ടായ കുട്ടികൾ മുഅ്മിനീങ്ങളെ പറയാൻ പറ്റില്ല. മുഅ്മിനീങ്ങളെ അതൊന്നും പറയാൻ പറ്റൂല. നമ്മളൊക്കെ മനസ്സിലുള്ളതിനെ മനസ്സിലേക്ക് പകർത്താനുള്ള ചില ടേപ്പ് റെക്കോർഡുകൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് അങ്ങനെ ചെയ്യായിരുന്നു. അല്ലാണ്ട് വായി കൂടി പറയാൻ പറ്റില്ല. നിലവിലുള്ള സാഹചര്യം ഭയാനകമാണ്. അതുകൊണ്ട് ഫിത്ന ഫസാദ് നിലനിൽക്കുകയാ. ഏറ്റവും വലിയ വിഷയം അത് തന്നെയാ. യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറാ. ഈ ഹദീസിനെ വലിയൊരളവിൽ ഞാൻ കാണുന്നുണ്ട്. പുണ്യ റസൂൽ പറയാം, ഒരു പുരുഷൻ രാവിലെ മുഅ്മിനായ പുരുഷൻ വൈകുന്നേരം കാഫിറാകുന്ന പുരുഷൻ, രാവിലെ പുരുഷൻ മുഅ്മിനായ പുരുഷൻ, ആ പുരുഷൻ വൈകുന്നേരം കാഫിറാകണമെങ്കിൽ അന്ന് ഖിയാമത്ത് നാളാവും. പെണ്ണെന്ന് നബി പറഞ്ഞില്ല.
ഞാൻ മനസ്സിലാക്കുന്നത് പെണ്ണ് നേരത്തെ കഴിഞ്ഞു എന്നാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതായിരിക്കും റജുൽ എന്ന് അവിടെ പറയാൻ അങ്ങനെ കാരണം. റജുൽ മർഅത്തിന്റെ കുഫർ നേരത്തെ കഴിഞ്ഞു പോകാം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചിന്തിക്ക് അങ്ങനെ അർത്ഥം ഉണ്ടാവാ. അങ്ങനെ يصبح الرجل مؤمنا ويمسي كافرا يمسي مؤمنا ويصبح كافرا يبيع دينه بعرض من الدنيا. ചിന്തിക്കണം. അതൊക്കെ എന്നെ സാർവത്രികമായി വന്നു തുടങ്ങി. അതുകൊണ്ട് വളരെ ചിന്തിക്കണം. ഒരിക്കലും നമ്മുടെ സമ്പാദ്യവും ഫസാദും തമ്മിൽ കൂട്ടിമുട്ടിയാൽ പിന്നെ സമ്പാദ്യത്തിന് അവിടെ ചാൻസ് ഇല്ല. പിന്നെ അവിടെ ഫസാദ് തടയലാണ് പ്രധാനപ്പെട്ട കാര്യം. എന്ന് അഹ്ഖാഫിൽ 20-ാമത്തെ ആയത്ത് നോക്കൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يوم يعرض الذين كفروا على النار أذهبتم طيباتكم في حياتكم الدنيا واستمتعتم بها فاليوم تجزون عذاب الهون بما كنتم تستكبرون في الأرض بغير الحق وبما كنتم تفسقون. പരിശുദ്ധ ഖുർആനിൽ قال الله عز وجل. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? സത്യനിഷേധികളെ നരകത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. അല്ലാഹു കാക്കട്ടെ. എന്നിട്ട് അവരോട് പറയാ അദഹബത്തും ത്വയ്യിബാതികും ഫീ ഹയാതികും ദുനിയാ. ആസ്വദിക്കാണല്ലോ ഒക്കെ ദുനിയാവ് തന്നെ തീർത്തില്ലേ. അപ്പൊ നമ്മുടെ ഇതിനൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ദുനിയാവ് ആസ്വാദ്യത്തിന്റെ സ്ഥലം അല്ല എന്നാണ്. അദഹബത്തും ത്വയ്യിബാതികും ഫീ ഹയാതികും ദുനിയാ വസ്തംതഅതും ബിഹാ. അവിടുത്തെ സുഖിക്കാവുന്നത്ര നിങ്ങൾ സുഖിച്ചില്ലേ എന്നാണ്. ഇനി നിങ്ങൾക്ക് നിന്ദ്യമായ ശിക്ഷയാണ് ഉണ്ടാവുക. ബിമാ കുന്തും തസ്തക്ബിറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ് വബിമാ കുന്തും തഫ്സുഖൂൻ. ഫിസ്കും തമ്മാടിത്തരവും സ്വയം മറന്നുള്ള ജീവിതവും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അഹ്ഖാഫ് 20-ാമത്തെ വചനമാണിത്. പുണ്യ റസൂൽ പറഞ്ഞു. ഇമാം ത്വബ്രാനി രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം സയകൂനു റിജാലുൻ മിൻ ഉമ്മത്തി യഅകുലൂന അൻവാന ത്വആം വയഅകുലൂന അൽവാന ത്വആമി വയശ്റബൂന അൽവാന ശറാബ് വയൽബസൂന അൽവാന സിയാബ് വയതശദ്ദഖൂന ഫിൽ കലാമി ഉലൈക ശിറാർ ഉമ്മത്തി. ത്വബ്രാനി രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം പുണ്യ റസൂൽ പുണ്യ റസൂൽ സയക്കൂനക്ക് തുബ്രാനി രേഖപ്പെടുത്തിയ ഹദീസ്. ശ്രദ്ധിക്കണേ മർമ്മത്തിലേക്ക് വരാൻ പോവാണ് ഞാൻ. പുണ്യ റസൂൽ പറഞ്ഞു, എന്റെ സമുദായത്തിൽ അവസാന ഒരു വിഭാഗം ആളുകൾ വരും. യഅകുലൂന അൽവാന ത്വആമി. അവരെ പ്രധാനപ്പെട്ട വിഷയം വിവിധങ്ങളായ ഭക്ഷണം കഴിക്കണമെന്നായിരിക്കും. വയശ്റബൂന അൽവാന ശറാബി. വിവിധ കളറിലുള്ള അൽവാൻ എന്ന ലൗൻ എന്നാ പറഞ്ഞ ലൗന് കളർ. അൽവാൻ ശറാബി. ഞാനൊരു ജ്യൂസ് കടയിൽ നിന്ന് ഇങ്ങനെ കൊക്ടെയിൽ ജ്യൂസ് കുടിച്ചപ്പോൾ എൻ്റെ അടുത്തുള്ള ആളോട് പറഞ്ഞു അതാണ് ആദ്യത്തെ. കാരണം കൊക്ടെയിൽ ജ്യൂസിൽ കണ്ടിട്ടില്ല നിങ്ങൾ? കൊക്ടെയിൽ ജ്യൂസ് ഇങ്ങനെ പിന്നെ ഒരു സൈഡ് ചുവപ്പ് ഉണ്ടാവും, പച്ച ഉണ്ടാവും, വെള്ളം ഉണ്ടാവും. ഒരു ഗ്ലാസ്സിൽ തന്നെ പല കളർ ഉണ്ടാവും. അതന്നെയാണ് ഹരീത്ത് കണ്ട് പൂർത്തിയായ ഹരീത്താണ് കണ്ടത് എന്ന് പറഞ്ഞു. നമ്മളൊക്കെ കുടിക്കണ തന്നെയാണ് നമുക്കൊക്കെ. പക്ഷെ ഈ കുടിക്കൽ തെറ്റാണെന്നല്ല പറഞ്ഞത്, അതൊരു ജീവിത ശൈലിയാക്കാണ്. അതിനനുസരിച്ചുള്ള ഒരു രസം, അതിനനുസരിച്ചുള്ള ഒരു ജീവിതവും അതൊക്കെ സമ്പാദിക്കണം. അതൊക്കെ തന്നെയാണ് നമ്മളെ വലിയ വിഷയം. ഇത് ഗൾഫിനെ കുറിച്ച് ഗൾഫും പടി പിയോ എന്ന് സഹീർ എഴുതിയൊരു കാർട്ടൂണാണ്. മനോഹരമായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. കാർട്ടൂണാണ് മുഴുവനും നന്നായിട്ടുണ്ട്. ചില വർക്കുകളൊക്കെ നന്നാവും. അവർക്ക് കഴിയുമ്പോൾ പടച്ചോന്റെ ഉദ്ദേശം കിട്ടിയാൽ സഹീറിനെ പോലത്തെവർക്കൊക്കെ, ഞാൻ അയാളെ കണ്ടിട്ടില്ല, പക്ഷെ ആ വർക്കൊക്കെ ഞാൻ നോക്കിയപ്പോൾ നന്നായിട്ടുണ്ട്. നല്ല സാമൂഹിക വിമർശനങ്ങൾ നടത്താണ്. അപ്പൊ ഇതില് ഗൾഫിൽ പോയ അബുട്ടിയുടെ ഉമ്മ, അബുട്ടി ഗൾഫിലാണ്, തല നരക്കുന്നത് വരെ ഗൾഫിലാണ്. അപ്പൊ അബുട്ടിയുടെ ഉമ്മയാണ് ഇതിൽ പ്രധാനപ്പെട്ട കഥാപാത്രം. അപ്പൊ പേരക്കുട്ടി ജ്യൂസ് അടിച്ചിട്ട് ഉമ്മക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു കാർട്ടൂൺ ഉണ്ട് ഇതിൽ. അപ്പോ ഉമ്മ ചൂടാവും, ഇതെങ്ങനെപ്പ നമ്മൾ കുടിക്കുക എന്ന്
ഈ കൊലത്തിൽ. അപ്പോ പേരക്കുട്ടി പറയാ, സ്ട്രോ തീർന്നതുകൊണ്ടാണ് വല്യമ്മ. മനസ്സിലായില്ല. അതായത് വല്യമ്മൊക്കെ കുടിക്കണമെങ്കിൽ സ്ട്രോങ് കൂടി വേണം. അതത് ശീലിച്ചു. വളരെ മനോഹരമായിട്ടുണ്ട്. വളരെ ഗൾഫും പഠിപ്പിയോന്നാണ് ഒലിവാണത് പ്രസിദ്ധീകരിച്ചത്. നന്നായിട്ടുണ്ട്. വർക്ക് വളരെ നന്നായിട്ടുണ്ട്. ഇതിൽ ചെറിയ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ ചെറിയ മകൻ, 10 വയസ്സായ കുട്ടി. ആ കുട്ടിയെ കണ്ടിട്ടില്ല. കുട്ടിയെ കണ്ടിട്ടില്ല. കുട്ടി ആ കുട്ടിയെ കണ്ടിട്ടില്ല. അപ്പൊ ആ കുട്ടി ഒരു ദിവസം എന്നെ കുട്ടി വന്ന് പറയാണ്, എന്നെ താത്ത ഇന്നലെ ഞാൻ അന്തിക്ക് പടച്ചോനെ സ്വപ്നം കണ്ടു. അപ്പോ താത്ത പറയാ കുട്ടിയോട്, പടച്ചോൻ എങ്ങനെയാ സ്വപ്നം കാണാൻ? പടച്ചോൻ സ്വപ്നം കാണാൻ കഴിയാത്ത എന്നെ അല്ലേ? പടച്ചോനെ കാണാൻ കഴിയില്ലല്ലോ. അപ്പോ കുട്ടി ചോദിക്കാം, പടച്ചോൻ നമ്മളപ്പനമാരി തന്നെയാണോ? നല്ല രസമായിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട്. ഭയങ്കര ചിന്തിക്കണം. സാമൂഹ്യ വിമർശനം ചില കാർട്ടൂണുകൾക്കൊക്കെ ഭയങ്കര കരുത്തുണ്ടാവും. അള്ളാഹു എന്ന ഉദ്ദേശം അവർക്ക് ഉണ്ടായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹ് നിന്ന് കൂലിയിട്ടു. നന്നായിട്ടുണ്ട്. വളരെ നന്നായ വർക്കാണ്. അപ്പോ നമ്മളിവിടെയൊക്കെ ചിന്തിക്കണം. ഇതൊക്കെ ഇന്നത്തെ നമ്മുടെ രീതിയാണ്. അതായത് വിവിധങ്ങളായ ഭക്ഷണം കഴിക്കുക, വിവിധങ്ങളായ കുടിക്കുക, ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ രീതി. പിന്നെ വിവിധങ്ങളായ വസ്ത്രങ്ങളാണ് യുഗ. കലാം, എപ്പോഴും സംസാരിക്കുക, ചർച്ച, സംസാരം, ഇതൊക്കെ തന്നെ. എന്ന സമുദായത്തിൽ ഏറ്റവും മോശപ്പെട്ടവർ അവരായിരിക്കുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരൊറ്റ ഹദീസും കൂടെ, ഒരുപാട് ആയത്തുകളുണ്ട് ഈ വിഷയത്തിൽ. ഞാൻ അതിലേക്ക് കിടക്കണില്ല, ഇനി സമയം കുറവാണ്. ഇന്ന അഅ്ശാലൈക്കും ശഹവാത്തിൽ വയ്യിഫി ബുതൂനിക്കും വഫുറൂജിക്കും വമുളില്ലാത്തിൽ ഹവാ ഖാല റസൂലുള്ളാഹി അൻ അബീ ബർസ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി. പുണ്യ റസൂൽ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അഹ്മദ് തങ്ങൾ മുസ്നദിൽ ഹദീസ് കൊടുത്തിട്ടുണ്ട്. എന്താ പറയുന്നത്? എനിക്ക് ശേഷം ഞാൻ നിങ്ങളെപ്പറ്റി ഏറ്റവും പേടിക്കുന്നത് നിങ്ങളുടെ വയറിനും നിങ്ങളുടെ ലൈംഗികാവയവത്തിനുമുള്ള ആഗ്രഹം വർദ്ധിക്കലാണ്. പുണ്യ റസൂൽ. അത് വർദ്ധിച്ച നിങ്ങൾ നശിക്കും എന്ന് പുണ്യ റസൂൽ. പുണ്യ റസൂൽ ഇന്ന അഅ്ശാലൈക്കും ശഹവാത്തിൽ ഗൈ ഫീ ബുതൂനിക്കും വഫുറൂജിക്കും. ഇതാണ് ഞാൻ ഏറ്റവും പേടിക്കുന്ന കാര്യം എന്ന പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ചിന്തിക്കണം. ഒന്ന് രണ്ട് കാര്യങ്ങളുടെ ഞാൻ ദുനിയാവിനൊന്നാണ് പരിചയപ്പെടുത്തി തരാം. അന്തസ്സുള്ളൊരു ദുനിയാവ് എന്നൊരു പാട്ടുണ്ട്. ഏവിയാണ് പാട്ട്. അന്തസ്സുള്ളൊരു ദുനിയാവ് അങ്ങനെ പാട്ടുണ്ട്. ആർക്കാണ് ഇവിടെ സ്ഥിരവാഴ്വ് അങ്ങനെ പാട്ടുണ്ട്. അത് ഏവിയുടെ പാട്ടാണ്. ഏവി മരിച്ചൊരു പാട്ട് കാലായി. അന്തസ്സുള്ള ദുനിയാവല്ല, അന്തസ്സില്ലാത്ത ദുനിയാവാണ്. അന്തസ്സുള്ള ദുനിയാവെന്ന് പറയാൻ പാടില്ല. അന്തസ്സില്ലാത്ത ദുനിയാവാണ്. അള്ളാഹു തആല ബേസ്ഡായി പഠിച്ച ലോകമാണ് ദുനിയാവ്. അത് അള്ളാഹുവിന്റെ ഒറിജിനൽ ലോകം, അള്ളാഹു ആഗ്രഹിക്കുന്ന ലോകം, അള്ളാഹു നമ്മൾ ചെല്ലാൻ ആഗ്രഹിക്കുന്ന സ്വർഗ്ഗമാണ്. അള്ളാഹു അവിടേക്ക് നമ്മൾ എത്തിച്ചേരട്ടെ. അല്ലെങ്കിൽ ഇവിടെ വന്നതിന്റെ പേരിൽ എന്തിനാ നമ്മളെ ബാപ്പ 300 കൊല്ലം കരഞ്ഞ്? നല്ല സ്ഥലമാണെങ്കിൽ എത്തിപ്പെട്ടിട്ട് കരയേണ്ട ആവശ്യമുണ്ടോ? മനസ്സിലായില്ല. പുതുമോടിക്ക് കരയാണെങ്കിൽ പുതുവെണ്ണ് കരയും പോലെ 1-2 ദിവസം കരഞ്ഞാൽ മതി. മനസ്സിലായില്ല. ബാപ്പ കരഞ്ഞത് ഇന്നലെ നമ്മൾ കണ്ടല്ലോ. ബാപ്പ കരഞ്ഞത് എത്രയാ? 300 കൊല്ലം എന്ന് ഇബ്നു ഹജറിൽ ഹൈത്തമി ആരോ പറഞ്ഞതാണെങ്കിൽ ഞാനത് വായിക്കൂല. ഇബ്നു ഹജറിൽ ഹൈത്തമി റളിയല്ലാഹു അൻഹുവിന്റെ അൽ ഉംദത്തു ഫീ ശറഹിൽ ബുർദ, ബുർദക്ക് ഒരു ശറഹ് എഴുതിയിട്ടുണ്ട്. വസ്തഫരിഖു ദംഅ മിൻ ഐനിൻ ഖദിം തലഅത് മിനൽ മഹാരിമി വൽസം ഹിംയതൻ നദമി എന്ന വാക്കിന് ശറഹ് എഴുതിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു. അവിടെ പറയുന്നുണ്ട് സയ്യിദുനാ ആദം എന്ന നമ്മുടെ ബാപ്പ ബകാ 300 ആമിൻ, കരഞ്ഞത് 300 കൊല്ലാണ്. ഫനബത മിൻ ദുമൂഇഹി അൽഊദ് വസ്സൻദൽ വസ്സൻജബീൽ, 3 സുഗന്ധവ്യഞ്ജനങ്ങൾ അവിടെ നിന്നാണ്, ആ കണ്ണുനീര് വീണാണ് മുളച്ചത്. അപ്പൊ ഇത് നല്ല സ്ഥലമല്ല. ഇപ്പൊ നമ്മൾ വളരെ ചിന്തിക്കണം. ജാബിറിൻ മർറൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്സൂഖി ദാഖിലൻ മിൻ ബഅലിൽ ആലിയ വന്നാസുക
അലാ കനഫൈഹി കനഫതൈഹി ഫമറ ബിജദിൻ അസക് മയ്യത്തിൻ ഫതനാവലഹു ബിഉദ്നിഹി സുമ്മ ഖാല അയ്യുക്കും യുഹിബ്ബു അന്ന ഹാദാ ബിദിർഹമിൻ ഖാലു നുഹിബ്ബു അന്നഹു ലനാ ബിശൈഇൻ മാ നുഹിബ്ബു അന്നഹു ലനാ ബിശൈഇൻ അവ മാ നസ്നഉ ബിഹി യാ റസൂലല്ലാഹ്. ഓടിച്ചർത്ഥം പറഞ്ഞുതരാം. അങ്ങാടിയിലൂടെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. വഴിയോരത്ത് ഒരു ആട്ടിൻകുട്ടി ചത്ത് കിടന്നിരുന്നു. അതിന്റെ ചെവി പറ്റെ ഒടിഞ്ഞതും തൂങ്ങിയതുമായിരുന്നു. അങ്ങനത്തെ ഒരു ആട്ടിൻകുട്ടി ചത്തതിന്റെ അടുക്കിലൂടെ പുണ്യ റസൂൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പുണ്യനബി അവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞു അയ്യുക്കും യുഹിബ്ബു അന്ന ഹാദാ ലക്കും ബിദിർഹമിൻ. ഇതൊരു ദിർഹമിന് ഞാൻ വിൽക്കുകയാ. എനിക്ക് കിട്ടിയതാണല്ലോ. ഒരു ദിർഹമിന് ഞാൻ വിൽക്കുകയാ. ആർക്കാണിത്? ഒരു ദിർഹം തന്നാൽ മതി. ആർക്കാണ് ലേലം വിളിക്കാണ് ഞാൻ. ആർക്കാ ഒരു ദിർഹമിന് ആവശ്യമുള്ളവര്? വരീൻ വരീൻ എന്ന് പുണ്യ റസൂൽ വിളിച്ചു. അപ്പൊ സഹാബികൾ, അങ്ങാടിയിലുള്ള സഹാബികൾ പുണ്യനബിയോട് പറഞ്ഞു, ഒരു ദിർഹം പോയിട്ട് എന്തെങ്കിലും ഒന്ന് കൊണ്ട് അത് വാങ്ങാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല നബിയെ. അപ്പൊ മാനസ്നാബി, അതെന്തിനാ ഞങ്ങൾക്ക്? നിങ്ങൾക്ക് കിട്ടണം, നിങ്ങൾക്ക് ആർക്കും ആഗ്രഹമില്ലേന്ന് വെച്ചു. കാലു, അവര് പറഞ്ഞു വല്ലാഹി ലൗ കാന ഹയ്യൻ കാന ഹാദാ അസക്ക. നബിയെ, ഇത് ജീവനുള്ളതായിരുന്നെങ്കിൽ പോലും ഇതിന്റെ ചെവി ഒടിഞ്ഞു തൂങ്ങിയതും കുറിയതുമാണ്. അങ്ങനത്തെ മൃഗങ്ങളിൽ വലിയ അയ്പ് നോക്കുന്ന ആളുകളാണ് അറബികൾ. നല്ല ലക്ഷമത്തെ മൃഗങ്ങൾ മാത്രമേ അവർ ഉപയോഗിക്കുള്ളൂ. ഇത് ചെവി ഒടിഞ്ഞത് ജീവനുള്ളതാണെങ്കിൽ പോലും ഞങ്ങൾ സ്വീകരിക്കില്ല. പിന്നെന്തോ ചത്തത്. ഫഖാല, അപ്പോൾ പുണ്യനബി പറഞ്ഞു ഫവല്ലാഹി അദ്ദുനിയാ അഹ്വനു അലല്ലാഹി മിൻ ഹാദാ ഖാല റസൂലുള്ളാഹി സ്വഹീഹ് മുസ്ലിം ഖാല റസൂലുള്ളാഹി. എന്നാ കേട്ടോ, ദുനിയാവ് അള്ളാന്റെ അടുക്കൽ ഇതിനേക്കാൾ നിസ്സാരമാണ് എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ദുനിയാവിന് വേണ്ടിയുള്ള ഈ പാച്ചിൽ വലിയൊരു സംഗതി അല്ല. മാനമര്യാദയ്ക്ക് ചെറിയ ജോലിയും കാര്യവും ഭാര്യ മക്കളും മര്യാദയ്ക്ക് ജീവിതം ഉണ്ടെങ്കിൽ അത് തന്നെയാണ് അന്തസ്സായ ദുനിയാവ്. അള്ളാഹു ഏവിക്കയുടെ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിട്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. ഏതായാലും ഇന്ന് നമുക്കത് അങ്ങനെ തോന്നുന്നില്ല. അള്ളാഹു കാക്കട്ടെ. النفس تبكي على دنيا وقد علمت أن السلامة فيها ترك ما فيها لا دار للمرء بعد الموت يسكنها إلا التي كان قبل الموت يبنيها فإن بناها بخير طاب مسكنه وإن بناها بشر خاب بانيها أين الملوك التي كانت مسلطنة حتى سقاها بكأس الموت سقيها أموالنا لذوي الميراث نجمعها ودورنا لخراب بالدهر نبنيها كم من مدائن في الآفاق قد بنيت أمست خرابا تفنى الموت أهليها وأفنى الموت أهليها لا تركنن إلى دنيا وما فيها فالموت لا شك يفنينا ويفنيها واعمل لدار غدا رضوان خازنها والجار أحمد اللهم اجعلنا منهم اللهم اجعلنا منهم اللهم اجعلنا بجوار أحمد اللهم في جنتك الفردوس اللهم اجعلنا في جوار أحمد في جنتك الفردوس صلى الله عليه وسلم ومن لدار ودن رضوان خازنها فالجار أحمد والرحمن ناشيها النفس تبكي نفس ഇങ്ങനെ കരയും അല ദുനിയ നഷ്ടപ്പെട്ട ദുനിയാവിനെ ഓർത്ത്. പോവാണല്ലോ, നഷ്ടം പോയല്ലോ, അത് പോയല്ലോ, ഇത് പോയല്ലോ, കിട്ടാത്തതിന്റെ പേരിൽ നഫ്സ് ഇങ്ങനെ കരയും. എന്നാൽ വഖദ അലിമത്ത് അറിഞ്ഞാൽ ആ നഫ്സിനെ അറിയാൻ കഴിയും അന്നസ്സലാമത ഫീഹാ തർക്കു മാ ഫീഹാ.
ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സലാമത്ത് ഈ ദുനിയാവിലുള്ളതൊക്കെ കയ്യൊഴിക്കലാണ്. അതാണ് ഏറ്റവും വലിയ സലാമത്ത്. ഞാനിങ്ങനെ പട്ടാമ്പി വഴി വരികയായിരുന്നു. ആ പട്ടാമ്പി ഇങ്ങനെ വരുമ്പോൾ ഏലംകുളം ഭാഗത്ത് ഇങ്ങനെ എത്തിയ റെയിൽവേ ക്രോസ് മുറിച്ച് കിടക്കുന്നിടത്ത് ഒരു ഇരുട്ടിലെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, ചെറിയൊരു ബസ് സ്റ്റോപ്പ്. ആ ബസ് സ്റ്റോപ്പിൽ എപ്പോഴും ഇങ്ങനെ രാത്രി 1 മണി 2 മണിയൊക്കെ നേരത്ത് ഇങ്ങനെ ആളുകൾ കിടന്നുറങ്ങുന്നത് ഞാൻ പലപ്പോഴും കാണാറുണ്ട്. അത് എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു ബസ് സ്റ്റോപ്പാണത്. ഞാൻ അങ്ങനെ ആലോചിക്കും, പഠിച്ചോനെ ഈ മനുഷ്യന്മാർ ഇവിടെ കിടന്നുറങ്ങും, ഒരു പേടിയുമില്ല. ആരെങ്കിലും വന്ന് അവരെ തല വിട്ടുവന്ന് അവർക്ക് പേടിയില്ല, ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. കാരണം കയ്യിൽ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ബോധത്തോടു കൂടെ വരികയാണെങ്കിൽ പോലും ബാക്കിലൊരു വണ്ടി വല്ലാതെ നമ്മളെ ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് ബേജാറാം. എന്താ അവര് നമ്മളെ വല്ലാതെ പിന്തുടരുന്നു. ഒന്നിരിക്കും നമ്മൾ സൈഡ് കൊടുത്തിട്ട് പിന്നെ അവർ സൈഡ് വിട്ട് പോകുന്നെങ്കിൽ വല്ലാതെ പേടിയാ. പിന്നെ നമ്മൾ എവിടെയെങ്കിലും വിളിച്ചെത്ത് നിർത്തിയിട്ട് അവരെങ്ങനെയെങ്കിലും പോകുന്നവരെ കാത്തിരിക്കും. എന്തുകൊണ്ടെന്നറിയോ? ബേജാറാ. എന്നാലോ ഉണർച്ച നമുക്ക് പേടിയാ. ഒരു കൂട്ടർ ഉറങ്ങാം, കാരണം നമുക്ക് സംഗതി കയ്യിലൊന്നും ഇല്ല. കയ്യിലൊന്നുമില്ലെങ്കിൽ അതാണ് ദുനിയാവിലെ സലാമത്ത് എന്ന് നഫ്സിന് ചിന്തിക്കാൻ കഴിയുമല്ലോ. പിന്നെ എന്തിനാ നഫ്സ് ഇങ്ങനെ കരയുന്നത് എന്ന്. ലാ ദാറ ലിൽ മർഇ ബഅദൽ മൗതി യസ്കുനുഹാ ഇല്ലല്ലതി ഖബല ഇല്ലല്ലതി കാന ഖബലൽ മൗതി ബനീഹാ. നീ ഉണ്ടാക്കിയ വീട്ടിലെ മരിച്ചിട്ട് നിനക്ക് പാർക്കാൻ കഴിയുള്ളൂ. നീ ഉണ്ടാക്കിയ വീടോ ആരെങ്കിലും പാർക്കും ചെയ്യും. അല്ലാഹു കാക്കട്ടെ. തിരിഞ്ഞില്ല. നീ മരിക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കിയ വീട്ടിലെ നിനക്ക് മരിച്ചിട്ട് പാർക്കാൻ കഴിയും. നീ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുന്ന കല്ലും മണ്ണിന്റെ വീട്ടിലോ ആരെങ്കിലും ഒക്കെ പുറത്തു. അതാണ് ഇപ്പൊ നിന്റെ ലാഭം. അങ്ങനെയാണ്. ഒരുപാട് മുകുന്ദന്റെ പ്രവാസം എന്ന കഥയാണിത്. ഞാൻ കുറെ നേരം കിട്ടി എല്ലാം പറഞ്ഞു വിചാരിച്ചിരുന്നു. പഴയ കാലത്ത് ബർമയിലേക്കും സിലോണിലേക്കും പോയ ആളുകളുടെ വേദന പറയാണ് മുകുന്ദൻ. പ്രവാസത്തിന്റെ നോവുകൾ ഉബൈദിന്റെ കഥയാണിത്. ദുബായ് പുഴ എന്ന കൃഷ്ണദാസിന്റെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ പുസ്തകമാണ് ഇത്. അതിനേക്കാൾ വലിയ രസം എന്നത് ബെന്യാമിന്റെ ആടുജീവിതമാണ്. കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ നോവൽ ബെന്യാമിന്റെ ആടുജീവിത. ഇതൊരു മനുഷ്യന്റെ, എന്റെ കുട്ടി ഇത് കണ്ടു പറഞ്ഞ അമ്പേ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് അമ്പാന്ന് പറയും, കുട്ടികളെ അമ്പാന്ന് പറയും. എന്തിന് മനസ്സിലായില്ല? ആടുകൾക്ക്. ഇത് ആടല്ല, ഒരു മനുഷ്യനാണ്. ആടുജീവിതം. ഒരു മനുഷ്യന്റെ കോലം കൊടുത്തിട്ട് മനുഷ്യൻ ആടാക്കിയതാ. മനുഷ്യൻ ആടിനെ മേക്കാൻ പോയ വേദനയുള്ള എന്റെ ജീവിതത്തിൽ ഇത്ര മനുഷ്യനെ പച്ചയായി അവതരിപ്പിച്ചൊരു പുസ്തകം ഞാൻ വേറെ വായിച്ചിട്ടില്ല. അത്ര ഭംഗിയായിട്ടുണ്ട്. ഉള്ള വർക്കിനൊക്കെ ബഹുമാനിക്കണമല്ലോ. നല്ലൊരു വർക്കായിട്ടുണ്ട്. അത്രയും മനുഷ്യന്റെ വേദനയാണ്. അപ്പൊ ഇതൊക്കെ എന്തിനാ നമ്മൾ ഈ നടത്തുന്നത്? എന്തിനാണ് ഈ ഇതിലുള്ള ഒരാളെ കടയാ? മര്യാദക്ക് ഒരു ജോലിയുള്ള ഒരു കരുവാറ്റക്കാരനായ ഹക്കീം എന്നൊരു ചെറുപ്പക്കാരന്റെ കഥയാണിത്. കരുവാറ്റക്കാരനായ ഹക്കീം മര്യാദക്ക് ജോലി ഉണ്ടായിരുന്നു. പിന്നെ അവൻ എന്ത് ചെയ്യാന്നറിയോ? ഒന്ന് ഉഷാറായിട്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഭാര്യ അവനെ പറഞ്ഞേക്കാണ്. ഇതാണ് ആടുജീവിതം. ഇത് വായിച്ചിട്ട് ഒരുത്തന് കരഞ്ഞിട്ടില്ലെങ്കിൽ അവന് കണ്ണീരില്ല എന്നാണ് അതിന്റെ വായന. ഇതൊരു മനുഷ്യന്റെ വേദനയാണ്. ഞാൻ ഈ പുസ്തകം വായിച്ചിട്ട് എത്ര തവണ കരഞ്ഞു എന്ന് കണക്കില്ല. നിങ്ങൾ വായിക്കാൻ വേണ്ടി പറയല്ല, നിങ്ങൾ വായിക്കണ്ട. പക്ഷെ സംഭവം വളരെ ഗൗരവമാണ്. മനുഷ്യന്റെ വേദന, മനുഷ്യൻ അനുഭവിക്കുന്ന പച്ചയായ വേദനയാണ്. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? സ്വപ്നങ്ങൾക്ക് വേണ്ടി. എന്നാലോ യഥാർത്ഥത്തിൽ ഇതൊക്കെ ചെയ്തിട്ട് ഇവൻ എന്താ ചെയ്യുന്നത്? കഷ്ടപ്പെട്ടുള്ള ഒരാളൊരു വീടുണ്ടാക്കി, വീട് ഉദ്ഘാടനത്തിന് വേണ്ടി ഗൾഫിൽ നിന്ന് വന്ന് അങ്ങനെ ആളുകളെയൊക്കെ വിളിച്ച്, നമ്മളെ ഈ അടുത്തുള്ള കോഴിക്കോട് കണ്ണൂർ ജില്ലയുടെ അതിർത്തിയിലുള്ള ഒരു വീട്ടുകാരന്റെ കഥ പറയാണ് ഞാൻ. ഒക്കെ വിളിച്ച്, എല്ലാരും വിളിച്ച് അങ്ങനെ പന്തലൊക്കെ കെട്ടി കസേരൊക്കെ ഇറക്കി അങ്ങനെ വീട് ഉദ്ഘാടനം നടക്കാൻ പോകും, വീട് ഗൃഹപ്രവേശനം നടക്കാൻ പോവാണ്. അത് അന്ന് അയാളിങ്ങനെ അതിനെ പിന്നെ വൃത്തിയാക്കുന്നതിലൊക്കെ പണിക്കാരോട് കൂടെ വല്ലാതെ സഹകരിച്ച് ഓടി നടന്ന്. അപ്പൊ ഈ സൺഷെയ്ഡിന്റെ ഭാഗത്ത് പഴയ സിമെന്റിന്റെ ചാക്കിന്റെ അവശിഷ്ടം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ അയാൾ അതൊന്ന് മേലെ കയറിയിട്ട് അതും കൂടി ഒന്ന് അടിച്ച് വൃത്തിയാക്കാൻ വേണ്ടി അയാൾ മേലെ കയറി. അങ്ങനെ മേലെ കയറിയിട്ട് അയാളിങ്ങനെ ജനലിന്റെ കമ്പി ഇങ്ങനെ പിടിച്ച് ഇതിങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ തട്ടുന്നതിന് ഇടയിൽ കയ്യിന് പിടുത്തം വിട്ടുപോയി. നേരെ ഇളകിയ മണ്ണായിരുന്നു, പുതിയ മണ്ണായിരുന്നു താഴെ ഇങ്ങനെ വന്നു.
ഇതടക്കം അടിയിലേക്കാണ് പോയി. അപ്പോൾ മരിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അല്ലാഹു മുസ്ലിമായ മനുഷ്യൻ അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അല്ലാഹു മഗ്ഫിറത്ത്. നിങ്ങൾ ചിന്തിക്കേ, ഇതിനൊക്കെ നമ്മളൊന്ന് പഠിച്ചു നോക്കൂ. അയാൾ ഉണ്ടാക്കിയ വീട്ടിൽ പാർക്കുന്നില്ല, അയാൾ പാർക്കുന്നില്ല. ഇനിയോ അയാൾ തൃശ്ശൂർ ജില്ലയിലെ ഒരു സംഘം ആളുകൾ വേദനിക്കുന്നൊരു സംഭവം എന്നോട് പറഞ്ഞു. എന്താ സംഭവം? ഒരു വലിയൊരു വീടുണ്ടാക്കി. ഉദ്ഘാടനത്തിന് വേണ്ടി ഇയാൾ കുവൈത്തിൽ വന്നു. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇയാൾക്ക് 2 ദിവസം മുമ്പ് അറ്റാക്കായി പോയി. അങ്ങനെ അറ്റാക്കായിട്ട് ഇയാളെ ആശുപത്രിയിൽ കൊണ്ടുപോയി മരിച്ചിട്ട് ഇയാളെ ഡെഡ് ബോഡി കൊണ്ടുവരിക, മയ്യത്ത് ഇങ്ങനെ കൊണ്ടുവരിക, ഇയാളെ വീട്ടിലേക്ക് ആംബുലൻസ് ഇങ്ങനെ കൊണ്ടുവരിക. ശ്രദ്ധിക്കണേ. ആംബുലൻസ് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇയാൾ ഭാര്യ മുറ്റത്തേക്ക് ഇറങ്ങുന്നു. പറഞ്ഞു, നിനക്ക് തീരെ ഒരു ബുദ്ധിയില്ലാത്തതുപോലെ നമ്മളൊരു പുതിയ പുരയിൽ ആദ്യം ഒരു മയ്യത്താണോ വെക്കുന്നത്? തറവാട്ട് വെച്ചൂടെ? ഇതാണ് മനുഷ്യൻ, ഇതാണ് ജീവിതം, ഇതാണ് ദുനിയാവ്, ഇതാണ് സമ്പാദ്യം. എന്ന് പറഞ്ഞത് അവിടെയല്ല, ഇവിടെ കൂടി അങ്ങനെ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. ഇത് പറയാൻ കാരണം, നമ്മള് മെഡിക്കൽ കോളേജിന്റെ ഒക്കെ പരിസരത്ത് നല്ല മയ്യത്ത് കുളിപ്പിക്കാനും മറ്റൊക്കെ ഉള്ള സൗകര്യം ഉണ്ടാക്കണം എന്ന ചർച്ച ഇങ്ങനെ കേരളത്തിൽ പല സ്ഥലത്തും നമ്മളിങ്ങനെ ദൈവത്തിനിടയിൽ പലരോടും പറഞ്ഞപ്പോൾ തൃശ്ശൂർക്കാരായ ഒരു സംഘ ആളുകൾ എന്നോട് പറഞ്ഞൊരു സംഭവമാണിത്. ചിന്തിക്കാൻ മാത്രം ഉണ്ടത്. അയാളെ കഷ്ടപ്പെട്ട് ലക്ഷങ്ങൾ ഒരുപക്ഷെ കോടികൾ ചെലവഴിച്ച് അയാൾ ഉണ്ടാക്കിയ അയാളെ വീട്ടിലേക്ക് ആദ്യമായി അയാളെ കൊണ്ടുവന്നത് വീടിന്റെ ഗൃഹപ്രവേശനത്തിന്റെ തലേ ദിവസം മയ്യത്ത് കൊണ്ടുവരിക. അറ്റാക്കിൽ മരിച്ചുപോയി. അയാൾ ഇതിന് കഷ്ടപ്പെട്ടതാ, അയാളത് ഉണ്ടാക്കിയത്, അയാളതിന് ഓടിയത്. അതിനു വേണ്ടിയാ സഹീറിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇതെങ്ങനെ അവസാനം അബൂട്ടി മടങ്ങി വരിക. അബൂട്ടി മടങ്ങി വരുമ്പോ പിന്നെ അബൂട്ടിനെ ആർക്കും തിരിച്ചറിയണില്ല. 10 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ അബൂട്ടി മടങ്ങി വരുമ്പോൾ ആരും മനസ്സിലാക്കണില്ല. പിന്നെ അബൂട്ടി കയറി വരുമ്പോ പിന്നെ ചെറിയ ഈ 10 വയസ്സായ കുട്ടി, അപ്പൊ അടവുകാർ സാധാരണ വരും, ആരടാ വീട്ടിൽ കോളിംഗ് ബെല്ല് അടിക്കണമെന്ന് വെച്ചപ്പോ പിന്നെ കുട്ടി പറയും, ഇത് അടവുകാരനാണെന്ന് തോന്നുന്നത്, ഒരു ബാഗ് ഉണ്ട് കയ്യില്, നല്ല രസമുണ്ട്. അങ്ങനെ അവസാനം പിന്നെ അബൂട്ടിയാണെന്ന് തന്നെ തിരിച്ചറിയും. അങ്ങനെ അവസാനം പിന്നെ എന്താണ് നിനക്ക്, കുട്ടിയോട് ഉമ്മ ചോദിക്കുന്നത്, എന്താണ് മോനെ നിനക്ക് ഉപ്പയല്ലേ വന്നത്, ഉപ്പാനോട് നിനക്ക് എന്താ ഒരു ലോയില്ലാത്തത്? അപ്പൊ ആ കുട്ടി ഉപ്പ 25 കൊല്ലം മുമ്പ് പിന്നെ ഉപ്പാന്റെ പഴയ ഫോട്ടോ, ചുമരിൽ കാണുന്ന ഫോട്ടോ ചൂണ്ടിയിട്ട് പറയും, എനിക്ക് ഈ ഉപ്പനെ പൂതിയുള്ളൂ, ഈ ഉപ്പാൻ എനിക്ക് ആഗ്രഹമില്ല, ഈ ഉപ്പാൻ എനിക്ക് വേണ്ടുള്ളൂ. മനസ്സിലായില്ല. ഇപ്പോൾ ആ കുട്ടിയുടെ തലയില് ഒന്നുമില്ല. മറ്റേ മമ്മൂട്ടി സ്റ്റൈലിൽ നിൽക്കുന്ന ഒരു അബൂട്ടിയാണ് എവിടെ ഉള്ളത്. മമ്മൂട്ടി സ്റ്റൈലിലുള്ള അബൂട്ടിയായിട്ടാണ് ഇപ്പൊ അടവുകാരനായ അബൂട്ടിയായി മടങ്ങിയത്. ചിന്തിക്കും, ഇതൊക്കെയാണ് നമ്മളെ ലാഭം. എന്നാലോ പാർക്കേണ്ട വീട്ടിൽ പാർക്കില്ല, പാർക്കേണ്ട വീട് ഉണ്ടാക്കിയിട്ടില്ല. إن بناها بخير طاب مسكنه وإن بناها بشر خاب بانيها أين الملوك التي كانت مسلطنة حتى سقاها بكأس الموت سقيها. വലിയ കൊട്ടാരങ്ങളൊക്കെ ഉണ്ടാക്കിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ പോയി. യമുനാ നദിയിൽ നിന്ന് കനാല് വെട്ടി. കനാലിങ്ങനെ വെട്ടിയിട്ട് എന്ത് ചെയ്ത്, അത് ജഹാംഗീറിന്റെ കിടപ്പുമുറിയിലേക്ക് കനാല് വഴി വെള്ളമിങ്ങനെ രാമാനങ്ങൾ ആളുകൾ ഇങ്ങനെ വന്നിട്ട് യമുനാ നദിയിൽ നിന്ന് ഏറ്റുമുക്കും കനാലിലേക്ക്. ആ ഏറ്റുമുക്കിയ വെള്ളം ഇങ്ങനെ കനാല് വഴി വരും. ആ കനാല് വന്ന് ഒഴുകി ഇങ്ങനെ വന്നിട്ട് എന്ന സൗകര്യം സ്വന്തം കൊട്ടാരത്തിൽ ഉണ്ടാക്കിയ ആളാണ് ജഹാംഗീർ ചക്രവർത്തി. ഈ കനാല് ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്നും കാണാം. എവിടെ പോയി? നിങ്ങൾ ചിന്തിക്കണം, എവിടെ പോയി?
ജഹാംഗീർ കിടന്നുറങ്ങിയ കട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഈട്ടിക്കട്ടിൽ ഇന്നൊരു കുഴപ്പമില്ല. ജഹാംഗീർ എവിടെ? ജഹാംഗീർ കിടന്നുറങ്ങിയ കട്ടിൽ ഞാൻ കണ്ടിരിക്കുന്നു. എന്നും കാണാം. നിങ്ങൾക്ക് ഡൽഹി പോയാൽ ഇന്നും കാണാം. പോയി കാണുകയും വേണം. ഇതൊക്കെ കഴിഞ്ഞ ഇടക്കിടക്ക് ഡൽഹിയിലൊക്കെ ഒന്ന് പോകണം. ഇന്ത്യ കാണണം. ഇന്ത്യ എന്നാൽ കാണേണ്ട നാടാണ്. അള്ളാഹു നമ്മുടെ നാടിനെ ഇജ്ജത്തിൽ നിലനിർത്തി തരട്ടെ. കാണേണ്ട നാടാണിത്. അപ്പൊ കാണണം, പഠിക്കണം. അയ്നൽ മുലൂകുല്ലതി കാനത് മുസൽതനതൻ ഹത്താ സഖാഹാ ബികസിൽ മൗതി ബനീഹാ. അധികാരങ്ങളൊക്കെ കെട്ടിയുണ്ടാക്കിയ കോട്ടകളും കൊട്ടാരങ്ങളും നഗരങ്ങളും ഒക്കെ കെട്ടിയുണ്ടാക്കിയവർ എവിടെ പോയി? അപ്പൊ അതിനപ്പുറമല്ലല്ലോ നമ്മുടെ ജീവിതം എന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്ക് ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട താഴ്വ റഹ്മത്തുള്ളാഹി അലൈഹി അവരെ തന്നെ ഒന്നുദ്ധരിക്കാം. ദിവസം നിനക്ക് സലാമത്തായി നീങ്ങുന്നേ, അതു കണ്ടു ചതിയിൽ പെട്ടു നീ കഴിയുന്നേ, അതിനിടയിൽ ഒന്ന് മുസീബത്തായി പുലരുന്നേ, അത് നിന്റെ സകല പ്രതീക്ഷയും തകർക്കുന്നേ. ഫോൺ ചെയ്തു ഡോക്ടർ തൽക്ഷണം എത്തുന്നേ, ഇഞ്ചക്ഷൻ ഒന്ന് കൊടുത്തു കൈയൊഴിയുന്നേ, നീ കണ്ണടച്ചത് ഫോൺ വിളിച്ചുണർത്തുന്നേ, അതിനന്ന് ഗദ്ഗതം കൊണ്ട് നീ മുഴിവിങ്ങുന്നേ, ചെവിയോട് മറ്റേ ചെവി സലാം പറയുന്നേ, കണ്ണോട് കണ്ണും സ്ഥിതി ഇതാണേ പൊന്നെ. വിവരം അറിഞ്ഞപ്പോൾ ചിലർ നെട്ടുന്നേ, അവർക്കും ഇതുണ്ടെന്നുള്ളതും മറക്കുന്നേ, ഇതു കേട്ടു പലരും വന്നരാ കൂടുന്നേ, സംസാരം അന്നവർക്കൊക്കെയും നീ തന്നെ. മുഖത്തിട്ട മുണ്ടും ചിലരു വന്നുയർത്തുന്നേ, കൈകട്ടി മിണ്ടാതെന്ന് നീ കിടക്കുന്നേ, ചിലർക്കുള്ള കണ്ണിൽ നിന്നു നിരൊലിക്കുന്നേ, കുടുംബങ്ങളിൽ പലരും അതിൽ വിങ്ങുന്നേ. കരയുന്നതെന്താ എന്നറിഞ്ഞോ പൊന്നെ, ഫലം നഷ്ടമായി അവർക്കൊക്കെ നിന്നിൽ നിന്നേ. ഇതാണ് ഇത് വർത്താനം, ഇതാണ് ഇത് സെന്റൻസ്. എന്തിനാ അവരൊക്കെ കരഞ്ഞെന്നപ്പോ വിചാരിച്ച്? ഇപ്പം ഇങ്ങനെ മയ്യത്തായി കിടക്കുമ്പോ ഇവരൊക്കെ കരയുന്നുണ്ട്. ഇതെന്താ വിചാരിച്ചത്? ഇവർ കരഞ്ഞത് ഇവർക്കൊക്കെ നിന്നിൽ നിന്നുള്ള ലാഭം ഇന്നത്തോടു കൂടെ തീർന്നു എന്നുള്ളതാണ്. അല്ലെങ്കിലും മയ്യത്തെടുക്കുന്ന വീട്ടിൽ പോയി ഇത് ചിന്തിച്ച ഭയങ്കര ഒരു ആശയം നമുക്ക് മനസ്സിലാവും. മയ്യത്തെടുക്കുന്ന വീട്ടിൽ ഇങ്ങനെയാണ് എല്ലാവരും പറയുക. ഭാര്യ പറയും, എന്റെ ഭർത്താവ് മരിച്ചല്ലോ, ഇനി എനിക്ക് ആരാണുള്ളത് എന്നാ പറയാ. കുട്ടികൾ പറയും, എന്റെ ഉപ്പ മരിച്ചല്ലോ, ഇനി എനിക്ക് ആരാണുള്ളത് എന്ന് പറയും. ബാപ്പ പറയും, എന്റെ മകൻ മരിച്ചല്ലോ, ഇനി എനിക്ക് ആരാണുള്ളത് ഈ വയസ്സാം കാലത്ത് എന്നാ പറയാ. ഉമ്മയും പറയാ. അങ്ങനെ തന്നെയാണ് സത്യത്തിൽ. ഇവർക്കൊക്കെ എമ്പാടും ആളുണ്ട്. ഇവർക്ക് UDF ഉണ്ട്, ഇവർക്ക് LDF ഉണ്ട്, ഇവർക്ക് പലരും ഉണ്ട്, സന്നദ്ധ സംഘടനകളുണ്ട്. ഇന്ന് കുഴങ്ങി കിട്ടിയാൽ മതി സഹായിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. സഹായിക്കാൻ ആളെ കിട്ടാതെ കുടുങ്ങി നടക്കുന്ന സംഘടനകളുണ്ട്. ഇയാളെ പറ്റി പറയാ, നീ ഇയാളെ പറ്റി പറയാ, ഇയാൾക്കാരാണ്. സത്യം പറയാ, ഇയാൾക്കാരുള്ളത് പറയണ്ട. അങ്ങനെയാ അവരൊക്കെ അവരെപ്പോഴും സ്നേഹിക്കുന്നത്. ഭാര്യയെ സ്നേഹിക്കാം. എന്താ പറയുന്നത്? എന്റെ പുതിയാപ്പള പോയി, ഇനി എനിക്കാരാളുള്ളത്? ഇനി എനിക്കാരാളുള്ളത്? എനിക്ക് ഇനി ആളുണ്ട്, കുട്ടികളുണ്ട്, ഇനി വേണമെങ്കിൽ പുതിയ ഭർത്താവുണ്ട്. ഇനി അതൊന്നും വേണ്ടില്ല, കൂട്ടുണ്ട്, കുടുംബമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അയാൾക്കാരുള്ളത്. നിങ്ങൾ ഇന്നത്തെ വരെ അയാൾക്കാരുള്ളത് എന്ന് പറഞ്ഞ് കരയണ ഒരു മയ്യത്തെടുക്കണ വീട് കണ്ടവർക്ക് വേണമെങ്കിൽ ഒരു കൈ പൊക്കിയാൽ അവർക്ക് ഇവിടെ അവാർഡ് തരാം. അങ്ങനെ ഉണ്ടാവൂല. ഒരു വീട്ടിൽ കാലം വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇനി എനിക്കാരുള്ളത്? എല്ലാവരും അതേ പറയുള്ളൂ. ഇനി എനിക്കാരുള്ളത്? സത്യത്തിൽ ആരുമില്ലാത്തത് അയാൾക്കല്ലേ. അയാള് മണ്ണിന്റെ ചോട്ടിലാണ് അയാളെ അപ്പുറത്ത് മുക്കർ അലൈഹിസ്സലാം, അപ്പുറത്ത് നക്കീർ അലൈഹിസ്സലാം. അല്ലാഹു നമ്മളെ കാക്കട്ടെ, പഠിച്ചോനെ. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അല്ലാഹു അവർക്ക് നല്ല ജവാബ് പറയാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അയാളുടെ അവസ്ഥ എന്താണ് ആർക്കറിയും? അയാളുടെ മൂക്കുമുട്ടെ ഒരു ചുമർ, അയാളുടെ പുറംമുട്ടെ മറ്റേ ചുമർ. അങ്ങനെയാണ് കാലും, അങ്ങനെയാണ് ഒരു കിടത്താണത്. ശരിക്കും കിടക്കാനുള്ള സ്ഥലമില്ല. അതല്ലേ ഖബർ എന്ന് പറയുന്നത്.
ഇന്നലെ വരെ സാമ്രാജ്യത്തിന്റെ അധിപതിയായിരുന്നവൻ, ഗൾഫിൽ നിന്ന് വെച്ച് കൊണ്ടുവന്ന കണ്ണട വെച്ച് നടന്നിരുന്നവൻ, നമ്മൾ ചില മൊബൈലിന്റെ ഒക്കെ പരസ്യം കാണും പോലെ ഒരു കയ്യിലൊന്ന്, ഒരു ഇവിടെ ഒന്ന്, മറ്റൊന്നിവിടെ ഫോൺ ചെയ്ത് നടന്നിരുന്ന ആളുകൾ. എന്തിനും സൗകര്യം. സത്യത്തിൽ റേഞ്ചിന് പുറത്താണ്, പരിധിക്ക് പുറത്താന്ന് പറഞ്ഞത് അയാളാണ്. ബാക്കിയൊക്കെ പരിധിക്കകത്താണ്. ഇയാളാണ് സത്യത്തിൽ പരിധിക്ക് പുറത്ത്. ഇയാൾ പരിധിക്ക് പുറത്താണ്. ഇനിയിപ്പോ അള്ളാന്റെ പരിധിയിൽ മാത്രമേ ഇയാളെ കിട്ടുള്ളൂ. അവിടേക്കുള്ള നമ്പറായിട്ട് ചിലപ്പോൾ കൃത്യമാക്കിയിട്ടുണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അത് വളരെ ചിന്തിക്കണം. ചിലർക്കുള്ള കണ്ണിൽ നിന്നു നീരൊലിക്കുന്ന കുടുംബങ്ങളിൽ പലരും അതിൽ വിങ്ങുന്ന കരയുന്നതെന്താ നെന്നറിഞ്ഞോ പൊന്നെ, ഫലം നഷ്ടമായി അവർ കൊക്കെ നിന്നിൽ നിന്നെ. KMCC ആണെന്ന് വെച്ചോ, അല്ലെങ്കിൽ വലിയ നേതാവാണെന്ന് വെച്ചോ, അങ്ങനെയൊക്കെ ആണെന്ന് വെച്ചാൽ പിന്നെ കുറെ ആളുകൾ അറിയും. എന്നാ പിന്നെ എന്താ ഉണ്ടാവുക? അതും പറയുന്നുണ്ട്. KMCC എന്ന് പറയുന്നില്ലെങ്കിലും പിന്നെ എന്നൊന്നും പേര് ഞാൻ കുറ്റം പറയല്ല, അവരൊക്കെ വലിയ സംഘടനകളാണ്, നന്മ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് മാത്രം മതിയാവൂല എന്ന് പറയാം. അത് നമ്മളെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ടൊന്നും കാര്യമില്ല. അള്ളാഹു കാക്കട്ടെ. അനുശോചനം നടത്തുന്നതാ ചിലരെന്ന് നീ വലിയ നേതാവെന്നവർ പുകഴ്ത്തുന്ന റീത്തും ചിലർ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന അത് വലിയ ഭാഗ്യം എന്നു നീ മതിക്കുന്ന ഇരുമ്പിന്റെ ഉലക്ക വിഴുങ്ങി എന്നാൽ പിന്നെ ചുക്കിന്റെ വെള്ളം അതിന് മതിയോ പൊന്നെ. ഇരുമ്പുലക്ക വിഴുങ്ങിയിട്ട് ചുക്കിന്റെ വെള്ളം കുടിച്ചത് എന്താ കാര്യം? റീത്ത് വെച്ചിട്ട് എന്താ കാര്യം? ഞാൻ എന്റെ ഒക്കെ വല്ല പണിയെടുത്ത് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ചിന്തിക്കണം. ഇവിടെ അങ്ങനെ സുഖിക്കാനുള്ളതല്ല, ഇവിടെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് തൊലയാനുള്ളതുമല്ല. അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ, അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ. ദുനിയാവ് ആഖിറത്തിന്റെ കൃഷിസ്ഥലമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇവിടെ നടക്കേണ്ടതെല്ലാം നടക്കണം, നേടേണ്ടത് നേടണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പൊ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട കാര്യം, ഒന്നാമതായ വലിയ വിഷയം, നമ്മൾക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ചില നിമിത്തങ്ങളുണ്ട്. ആ നിമിത്തം നമുക്ക് നഷ്ടപ്പെട്ടുവാൻ പാടില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ശ്രദ്ധിക്ക്, നല്ലപോലെ ശ്രദ്ധിക്കുക. ഞാനൊരു ആയത്തോടി തരാം. തൂറിന്റെ 25, 26, 27, 28 ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅഖ്ബല ബഅ്ളുഹും അലാ ബഅ്ളിൻ യതസാഅലൂൻ. കേൾക്ക്. ഗൾഫ് എന്ന് പറയുമ്പോൾ നമ്മൾ മർമ്മപ്പെട്ട ഒരായത്താണത്. ഇതിന് കമ്മി വന്നാൽ അവിടെ ഗൾഫല്ല, എന്തും നിർത്തേണ്ടി വരും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأقبل بعضهم على بعض يتساءلون. قالوا إنا كنا في أهلنا مشفقين فمن الله علينا ووقانا عذاب السموم إنا كنا من قبل ندعوه إنه هو البر الرحيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأقبل بعضهم على بعض يتساءلون. ശ്രദ്ധിക്കുക. സ്വർഗത്ത് കയറിയാൽ കുടുംബം ഒന്നടങ്ക സ്വർഗത്ത് കയറും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ സ്കേറ്റിൽ ബാപ്പാടെ ഉമ്മാടെയും കടമയാണ്. പ്രധാനമായ കടമ ബാപ്പയുടെ. സ്വർഗത്ത് കയറിയാലോ, കേൾക്ക്. ബാപ്പയും ഉമ്മയും മക്കളുമായി ഇങ്ങനെ ശരീരത്തിരിക്കും മനോഹരമായ ഓരോരുത്തരും ഒരാൾ മറ്റൊരാളുടെ മുന്നിലേക്ക് ബാപ്പയും ഉമ്മയും മക്കളും ഇങ്ങനെ സ്വർഗത്തിൽ കട്ടിലിട്ടിരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അക്ബല, ഇത് ബാപ്പന്റെ ബാധ്യതയാണ്.
ഇതിൽ പ്രധാനപ്പെട്ട ബാധ്യത ബാപ്പാക്ക. അവിടേക്ക് എത്തിക്കേണ്ട ബാപ്പാന്റെ ബാധ്യത. എല്ലാവരും ബാപ്പുണ്ട്, ഉമ്മണ്ട്, മക്കളുണ്ട്, മോളുണ്ട്, മോനുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ ഇരിക്കും. നമ്മൾ എങ്ങനെയാണ് ഈ സ്വർഗത്തിലെത്തിയത് എന്ന് അവർ പരസ്പരം അന്വേഷിക്കും. നമ്മളൊരാളും കമ്മിയില്ലല്ലോ. അപ്പയുണ്ട്, ഉമ്മണ്ട്, മൂത്തോനുണ്ട്, ഇളയനുണ്ട്, നടുവുള്ള മോനുണ്ട്, എല്ലാരും ഉണ്ട്. എല്ലാരും സ്വർഗത്തിൽ ഒരാൾ പോലും ഒഴിവായിട്ടില്ലല്ലോ. എല്ലാരും എത്തസാലുന. നമ്മൾ എങ്ങനെ ഇപ്പൊ എല്ലാരും സ്വർഗത്തിലെത്തി എന്ന് അവരിങ്ങനെ അന്വേഷിക്കും തമ്മിൽ. സൂറത്ത് തൂറ് 25 മുതൽ 28 വരെയുള്ള ആയത്ത് വീട്ടിൽ പോയി എടുത്തു നോക്ക്. കോലു അപ്പൊ അവർ ഉത്തരം കണ്ടെത്തും. ഓ ഉത്തരമുണ്ട്. നമ്മളെല്ലാരും സ്വർഗത്തിലെത്താൻ കാരണം എന്താ അറിയോ? കോലു ഇന്നാ കുന്നാ ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. നമ്മൾ നമ്മളെ കുടുംബത്തിൽ പടച്ചോനെ പേടിക്ക് പ്രാധാന്യം നൽകിയവരായിരുന്നു. നമ്മളെ കുടുംബത്തിൽ സമ്പാദ്യത്തിനോ വീടിനോ ഒന്നും അല്ലായിരുന്നു നമ്മളെ കുടുംബത്തിൽ പ്രാധാന്യം. നമ്മളെ കുടുംബത്തിലെ പ്രാധാന്യം പടച്ചോനെ പേടിക്കായിരുന്നു. قالوا إنا كنا في أهلنا مشفقين فمن الله علينا ووقانا عذاب السموم. فمن الله علينا. അതുകൊണ്ടാണ് അല്ലാഹു നമുക്ക് അനുഗ്രഹം ചൊരിഞ്ഞത്. തീക്കാറ്റിന്റെ നരകത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുകയും ചെയ്തത്. ഒരാളൊറ്റക്കല്ല, അയാളെ കുടുംബം കൂടി പറയും. അത് അയാളെ മാത്രമാണ്. അതിൽ കമ്മി വന്നാൽ അയാളെ കുറച്ചിലാണ്. അള്ളാഹു കാക്കട്ടെ. ഉറക്കെ പറ അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. പിന്നെ പറയുന്നത് എന്താന്നറിയോ? ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഉഹു ഇന്നഹു ഹുവൽ ബർറുർ റഹീം. നമ്മള് ഇങ്ങനെ തന്നെ മുമ്പ് ഇരുന്നിരുന്നല്ലേ നമ്മളെ പുരയില്, നമ്മളെ കൊടുവള്ളിയിൽ, നമ്മളെ വീട്ടില്, നമ്മളെ കോഴിക്കോട്ടിൽ, നമ്മളെ വീട്ടില്, നമ്മളെ മുത്തരത്തിൽ, നമ്മളെ വീട്ടില് നമ്മൾ ഇങ്ങനെ ബാപ്പയും മക്കളും ഇരുന്നെത്ര വട്ടം ഇരുന്നിട്ടുണ്ട്. എന്തിനെ കിട്ടിയത് തിന്ന് കുടിച്ചിട്ട് നമ്മൾ രാത്രി ഇരുന്നിട്ട് എല്ലാവരും കൂടെ അള്ളാഹിനോട് ദുആ ഇറക്കും. ഇന്നഹു ഹുവൽ ബർറുർ റഹീം. അള്ളാഹു വലിയ കരുണയുള്ളവനും ഗുണവാനും അല്ലേ. നമ്മളെ ദുആ അള്ളാഹുവിനെ സ്വീകരിച്ചു. ഈ ആയത്തിന് വിശദീകരിച്ച് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക. أنس قال رسول الله إذا دخل أهل الجنة الجنة اشتاقوا إلى الإخوان فيجيء سرير هذا حتى يحاذي سرير هذا فيتحدثون. അവർ തമ്മിൽ കട്ടിലിട്ടിട്ട് സ്വർഗത്തിലെത്തിയാൽ അവർക്ക് താല്പര്യം ഉണ്ടാവും. കുടുംബത്തിലെല്ലാവരും ഒന്ന് കൂടാൻ. ഇവിടെ കുടുംബയോഗം നടത്തിയതുപോലെ കുടുംബയോഗം നടക്കും. എവിടെ? സ്വർഗത്തിൽ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ കുടുംബയോഗം നടന്നതുപോലെ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെയും കുടുംബയോഗം നടക്കും. എന്നിട്ട് അവര് എത്തക്കോ ഹാദ, ഒരാളിങ്ങനെ ചാരി നിന്ന് വർത്താനം പറയും. എത്തക്കോ ഹാദ, മറ്റാൾ ചാരിയിരിക്കും. എന്നിട്ട് ഇങ്ങനെ ബിമാ കാന ഫി ദുനിയ, ദുന്യാവിൽ നടന്നിരുന്ന കാര്യങ്ങളൊക്കെ അവരിങ്ങനെ അയവിറക്കിയിട്ട് ഇങ്ങനെ ചാരി കിടന്നിട്ട് അങ്ങനെ സംസാരിക്കും. ഫയഖൂലു അഹദുഹുമാ ലിസാഹിബിഹി. അപ്പോൾ ഒരാൾ മറ്റുള്ളവരോട് ഇങ്ങനെ പറയും, ഏത് ദിവസമാണ് പടച്ചവൻ നമുക്ക് പുറത്തുന്നത് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നമ്മളിങ്ങനെ കൂടിയിരുന്നിട്ട് പടച്ചവനോട് ദ്വാ അറിഞ്ഞിരുന്നില്ലേ? ആ ദ്വാ അള്ളാഹു കേട്ടിട്ടായിരിക്കും നമ്മളെ കുടുംബത്തോടു കൂടെ സ്വർഗത്തിലാക്കിയത് എന്ന് പറയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് ഇന്ന് നമ്മൾ നടപ്പിലാക്കേണ്ട കാര്യമാണ്. അതിനിപ്പോ പുതിയ മൊല്ലാക്കാൻ വിളിക്കേണ്ട ആവശ്യമില്ല. മൊല്ലാക്കാന്റെ പേരിലുണ്ടാവും പണി. കുട്ടികളും ബാപ്പയും ഇങ്ങനെ ഒരുമിച്ചുകൂടാ. ദ്വാരക്കാൻ വലിയ വെല്ലൂരി പോയി പഠിക്കൊന്നും വേണ്ട. അംദും സ്വലാത്തും പച്ച മലയാളത്തിനും ഒരു പ്രശ്നമല്ല. ബാപ്പയും മക്കളും ഇങ്ങനെ കൂടിയിരിക്കുക. അതിന് ബാപ്പാക്കും മക്കൾക്കും യോഗ്യത, ബാപ്പാക്കിന് യോഗ്യത ഉണ്ടാണ്. ബാപ്പ ദ്വാരക്കുമ്പോഴേക്കും മറ്റോ ഒളി കണ്ടിട്ട് നോക്കാൻ പാടില്ല. നമ്മളെ ബാപ്പ ദ്വാരക്കേണ്ട ബാപ്പ തന്നെയാണ് എന്ന് തോന്നുന്നു. വെറുതെ നമുക്ക് സമ്മതം ബെസ്റ്റാക്കാൻ പാടില്ല എന്ന് അങ്ങനെ തോന്നണം. അങ്ങനെ തോന്നാൻ കുട്ടികൾക്ക് പാടില്ല. ബാപ്പ ഒരു ദീനിന്റെ നിറകൂടായിട്ട് കാണിക്കണം. പരമാവധി ബാപ്പ കുട്ടികളെ കൂടെ നിൽക്കാൻ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ദീനിന്റെ അതാണ് വിജയം. അല്ലെങ്കിൽ ഇതാണ് വിജയം. അപ്പോൾ ബാപ്പ ഇപ്പം റമളാനിന്റെ പ്രത്യേക രാത്രികളാ.
എല്ലാം ഏറ്റവും പ്രത്യേക രാത്രിയാണ്. അള്ളാഹുവിന്റെ സ്വർഗം അണിയിച്ചൊരുക്കിയ രാത്രിയാ. എല്ലാരും നോമ്പൊക്കെ തുറന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തറാവിയൊക്കെ കഴിഞ്ഞ് വന്ന് എല്ലാവരും എത്തി. ചെറിയൊരു കഞ്ഞടിച്ച് നമുക്കൊന്ന് പാർട്ടിയോടി ചേർക്കുക. അള്ളാഹു നമ്മളന്ന് താമലൊക്കെ സ്വീകരിക്കട്ടെ. പാപ്പ ഒരു പാർട്ടിയോടി അള്ളാഹു തല സ്വീകരിക്കട്ടെ. എൻ്റെ വല്ലിപ്പ ഇതിനെ പഠിപ്പിച്ച കാര്യമാണ്. എൻ്റെ വല്ലിപ്പിന്നെ ഈ കാര്യം കണ്ടു പഠിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞു പഠിപ്പിച്ചല്ല, കണ്ടു പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അതൊക്കെ തുടർത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. കൂടിയിരിക്കുക. അപ്പൊ കുട്ടികൾ ഭയങ്കര ക്യാച്ച് ചെയ്യും. കുട്ടികൾക്ക് നമ്മളെ പ്രവർത്തനം ഭയങ്കര ചെറിയ കുട്ടികളൊക്കെ വല്ലാതെ ക്യാച്ച് ചെയ്യും. അവർക്കത് മടിയാകും. അവർക്ക് അതിൽ നിന്ന് അവരുടെ സലാഹത്ത് നേടിയെടുക്കും. അപ്പൊ രണ്ട് കാര്യം പ്രധാനമായി പറഞ്ഞു. ഒന്ന്, നമ്മുടെ കുടുംബത്തിന് സ്വർഗം കിട്ടാൻ കാരണം നമ്മുടെ കുടുംബത്തിൽ പ്രാമുഖ്യം സമ്പാദ്യത്തിനായിരുന്നില്ല. നമ്മുടെ കുടുംബത്തിലെ പ്രാമുഖ്യം, നമ്മുടെ കുടുംബത്തിലെ പ്രധാനം പടച്ചോനെ പേടിക്കായിരുന്നു. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്ന് ഇനി നമ്മൾ സാധാരണ ഓതുന്ന ആയത്തും ഇനി ഞാൻ അർത്ഥം പറഞ്ഞുതരാം. അർത്ഥങ്ങൾ കേൾക്കണം. ആയത്ത് ഓതിയിട്ട് നമുക്ക് സാധാരണ കേൾക്കണം ആയത്താന്ന് വിചാരിക്കരുത്. والذين يقولون ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ഒന്നും കൂടെ അർത്ഥം പറഞ്ഞുതരാം. അർത്ഥം പറയാം. മുത്ത് പോലത്തെ അർത്ഥം പറഞ്ഞുതരാം. അല്ലാഹു നാഫിയായി തരട്ടെ. മുത്ത് പോലത്തെ അർത്ഥം പറയാൻ പോവുകയാണ്. والذين يقولون ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ഒരർത്ഥം കേട്ടോളൂ. അർത്ഥം, അല്ലാഹുവേ ഞങ്ങൾക്ക് കണ്ണ് കുളിർക്കുന്ന ഭാര്യ സന്താനങ്ങൾ, മക്കൾ മാത്രമല്ല, റബ്ബന ഹബ്ലൻ മിൻ അസ്വാജിന വദുരിയാത്തിന, ഭാര്യ സന്താനങ്ങളൊക്കെ കണ്ണ് കുളിർക്കുന്നത് തരണേ. കേട്ടോളൂ കേട്ടോളൂ കേട്ടോളൂ. തഫ്സീർ കേട്ടോളൂ. ഇതൊരു മനുഷ്യന്റെ മരണമാണ്. ഒരു മനുഷ്യൻ മരിക്കണ നേരത്ത് ആ മനുഷ്യനുമായി ബന്ധപ്പെട്ട ആളുകളെ മുഴുവനും ദറാജത്തിൻ ഒരു വീല് കറങ്ങും പോലെ കണ്ണിൽ അല്ലാഹു കാണിച്ചു കൊടുക്കും. സെക്കൻഡിന് അവിടെ 1000 കൊല്ലത്തിന് ദൈർഘ്യം പോലെ തോന്നും. മനസ്സിലായില്ല? അങ്ങനെ മരിക്കാൻ കിടക്കുക. സയ്യിദുനാ അസ്റാഈൽ പെരുവിരലിൽ നിന്ന് കേറ്റ റൂഹിനെ. ശ്രദ്ധിക്കണേ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാത്തിനാ. ആ നേരത്തെ അവന് ബാധ്യതപ്പെട്ട ആളുകളെ മുഴുവനും അല്ലാഹു അവന് കാണിച്ചു കൊടുക്കും. അവരുടെയൊക്കെ ദീനും കാണിച്ചു കൊടുക്കും, സ്വർഗം കാണിച്ചു കൊടുക്കും. നിങ്ങൾക്ക് സ്വർഗം ഉണ്ട് എന്ന് അവരോട് പറയാൻ പിന്നെ അവന് കഴിയില്ല. പക്ഷെ അവരെ സ്വർഗം ഉറപ്പിക്കും. മനസ്സിലായിട്ടില്ല? അതായത് ആ രൂപത്തിൽ ഈ മക്കളെയും ഭാര്യയെയും അവൻ സംവിധാനിച്ചിട്ടുണ്ട്. അവർക്ക് സ്വർഗം ഉണ്ടാവും. ഈ മരിച്ചാലും അവർ നാശാവൂല എന്നും അള്ളാഹു ആ നേരത്തെ അവന് പറഞ്ഞു കൊടുക്കും. അവരെ സ്വർഗത്തിന്റെ ഇരിപ്പിടം കാണിച്ചു കൊടുക്കും. നിങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ സീറ്റ് സ്വർഗത്തിലുണ്ടാവും. ഇതിന് തിരിച്ചവരോട് പോയി പറയാൻ കഴിയില്ല. ഇവൻ ഇനി തിരിച്ചു വരില്ല. അവൻ ഇനി അങ്ങോട്ട് പോവാണ്, മരണത്തിലേക്ക്. കണ്ണാട്ട് കുളിർക്കും. ഞാൻ പോയാൽ ബേജാറൊന്നുമില്ല. അടുത്തന്നെ എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഞങ്ങളൊരു സ്ഥലത്താ സ്വർഗത്തിൽ എന്ന് ഉറപ്പിക്കും. അതാണ് കണ്ണിന്റെ സന്തോഷം. അത് തരണേ. അതാണ് എൻ്റെ അർത്ഥം. അതാണ് കണ്ണ് കുളിർക്കലിന്റെ അർത്ഥം. അതാ, അല്ലാതെ സൗന്ദര്യമല്ല. കേവല സൗന്ദര്യാണെങ്കിൽ അതിവിടെ കുഫറിനുണ്ടല്ലോ, നിരീശ്വരവാദിക്കുണ്ടല്ലോ. അതല്ലാതെ ഇതൊരിക്കലും അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകളാണ് അവര്. ആ രൂപത്തിൽ നീ അവരെ സംവിധാനിച്ചിട്ടുണ്ട്. അതവൻ ആ നേരത്തിൽ കാണും. അപ്പൊ കണ്ണങ്ങനെ കുളിർക്കും. അള്ളാഹുവിന്റെ മലക്കവനോട് പറയും, സന്തോഷിച്ചോ, എന്റെ പണി ഫലത്തിലായിട്ടുണ്ട്, എന്റെ കുട്ടികളൊന്നും പേച്ചിട്ടില്ല. ആ കൊലത്തിൽ നമ്മളാക്കി തരട്ടെ. അള്ളാഹു ആ രൂപത്തിൽ നമ്മളാക്കി തരട്ടെ. അതിന് വടിയെടുത്ത് പിന്നാലെ കൂടിയിട്ടുണ്ട്. 7 വയസ്സായപ്പോ നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. 10 വയസ്സായപ്പോ അടിച്ചിട്ടുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ചാട്ടവാർ കൊണ്ടാണെങ്കിലും അടിക്കാൻ, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ചാട്ടവാർ കൊണ്ട് അടിക്കാന്ന്. ഇനി ബാപ്പയും തന്നെ നിസ്കരിക്കില്ല. പിന്നെന്താ കുട്ടികളോട് പറഞ്ഞു, പക്ഷെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതിന് കൃത്യമായി ചെയ്യണം. അത് ഉപ്പാക്ക് വലിയ കടമുണ്ട്. അതിൽ തല്ല
അടിക്കേണ്ടടുത്ത് അടിക്കണം, നിസ്കരിക്കാൻ പഠിച്ചോന്റെ കാര്യത്തിൽ എല്ലാം ആ രൂപത്തിൽ സംവിധാനിച്ചു. ഇപ്പൊ ഒന്നാമത്തെ ആയത്തിന്റെ ഭാഗമായി, ഇനി രണ്ടാമത്തെ ഭാഗമുണ്ട്. പറ 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 പറ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുൻ. ഈ പോയതുകൊണ്ട് ബേജാറാവില്ല, എന്റെ ഭാര്യ പേക്കൂല, ഈ ആ കൊലത്തിലൊക്കെ പടച്ചോനെ പേടി തലയെ കയറ്റി കൊടുത്തിട്ടുണ്ട്, കുട്ടികൾ നാശാവില്ല, ആ രൂപത്തിൽ ഒരു നന്നാക്കിയിട്ടുണ്ട് എന്ന് കണ്ണിങ്ങനെ സന്തോഷിക്കും. കണ്ണുനീര്, സന്തോഷത്തിന്റെ കണ്ണുനീര് വരും. ഭയങ്കര രംഗാണത്. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. നീ അടുത്ത വാക്ക് വജഅൽനാ വജഅൽനാ. കേട്ടോ ആയത്തിന് അർത്ഥം കേട്ടോട്ടാ. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. എന്താ അടുത്ത വാക്കിന്റെ അർത്ഥം? അല്ലാഹുവേ നീ ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണമേ. ഇതിന്റെ അർത്ഥം കേട്ടോ. മുത്തഖീങ്ങൾ ആരാ? ഇവന്റെ ഭാര്യ സന്താനങ്ങൾ. ഇവന്റെ ഭാര്യ സന്താനങ്ങൾ തന്നെ മുത്തഖീങ്ങൾ. അവർക്ക് നീ ഇമാമാകണേ. എന്നാ ഇമാമാവെന്നറിയോ? ഇപ്പൊ മരിച്ചിട്ട്, ഇവൻ മരിച്ചതിന് ശേഷം 10 കൊല്ലം കഴിഞ്ഞിട്ടോ 20 കൊല്ലം കഴിഞ്ഞിട്ടോ 25 കൊല്ലം കഴിഞ്ഞിട്ടോ ഒരു സംഭവം നടക്കും, ഒരു വിഷയം ഉണ്ടാവും. ആ വിഷയത്തിന് വേണ്ടി കൂടിയാൽ മരിച്ചാന്ന് മുതൽ 25 കൊല്ലം കഴിഞ്ഞാലും 30 കൊല്ലം കഴിഞ്ഞാലും ആ കൂട്ടത്തിലൊരു കൂട്ടം കൂടിയാൽ ഒരു വിഷയം നാട്ടിലുണ്ടായി, കുടുംബത്തിലുണ്ടായി, ആ കൂട്ടം കൂടി എന്താ ചെയ്യാ? കുടുംബ